ഗായ്സ് ഇവിടുത്തെ അവസ്ഥ കണ്ടു. ഇവിടെ ഇപ്പോൾ ഫുള്ള് സ്നോ ആയി. ഇത്രയും സ്നോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് അന്ന് കണ്ടത് ഇതുപോലെ ബെഡൊന്നും ആയിട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആവും സ്നോ കാണുമ്പോൾ. എന്താണെന്ന് അറിഞ്ഞു. അവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. നല്ല പോലെ സ്നോ പെയ്യുന്നു. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ ഓർക്കും ഞാൻ എവിടെയോ പിറ്റേ ദിവസം ട്രിപ്പ് പോകാമെന്ന്. ഒന്നുമല്ല, ഞാൻ വെളിയിൽ സ്നോ കണ്ടപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ കുറച്ച് വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാം. കാരണം ഞാൻ ഈ സ്നോ ബെഡ് ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്കറിയത്തില്ല, സ്നോ കണ്ടുകഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു അഡ്രിനാലിൻ റഷ് വരും. അപ്പോൾ ഇതൊന്നും അറിയാതാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ ചെറിയ ബിറ്റ് കാണിക്കാം. കാരണം ഇവിടെ ഇത് യൂഷ്വൽ അല്ലല്ലോ. അപ്പോൾ പലതരം വട്ട് കണ്ടിട്ടുണ്ടെങ്കിലും വട്ടൊരു അത്ഭുതമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനത് ഫുൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഞാൻ ഇറങ്ങുകയാണ്. എനിക്കറിഞ്ഞൂടാ, അവിടെ എത്തുമ്പോൾ സ്നോ അവിടെ കണ്ടാൽ മതിയായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ അടിപൊളി. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ. അയ്യോ പൊളി, ഞാനിപ്പോ തെന്നി അടിച്ച് വീഴും. അയ്യോ ഇതെന്താണിത്? ഇത് ഗ്ലൂക്കോസ് പൊടിയാണല്ലോ. എന്ന് എന്റെ ഗ്ലൂക്കോസ് പൊടി എന്ത് നടക്കാം. എനിക്ക് എക്സൈറ്റ്മെന്റ് സഹിക്കാൻ വയ്യ. അയ്യോ ഇതെന്താ ഇത്? എനിക്ക് എന്തോ ഒരു സംതിങ് കണക്ഷൻ ഉണ്ട്. എനിക്ക് സ്നോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര റഷൊക്കെയാണ്. ഇത് ഭയങ്കര റയറായത്. ഇങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് എടുക്കാന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എന്താ തോന്നുന്നത്? തോന്നിക്കരുത്. എന്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് തോന്നുന്നൊന്നും എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. അയ്യോ അച്ഛൻ, എന്റെ കൈ ഫ്രീസ് ആയി. പിടിച്ചേ. എന്റെ ക്യാമറ എല്ലാം ഷേക്ക് ആവുന്നു, പിടിക്കാൻ പറ്റില്ല. കൈക്ക് എന്തോ പറ്റി. ആൾക്കാർ ഉറങ്ങുന്നുണ്ടേ. അങ്ങനെ വട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. തലേ മൊത്തം വെള്ളമാണ്. പാവം എൻ്റെ അഭിച്ചൻ എൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ നനഞ്ഞ കോഴീനെ പോലെ തിരിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാ പാച്ചോ. അഭി പറയുന്നത് ഞാൻ ഫുൾ അഭിനയമാണ്, എനിക്ക് തണുപ്പൊന്നും കുഴപ്പമില്ല. അത് ആർക്കാണെങ്കിലും തോന്നും, കാരണം ഞാൻ ഇതൊക്കെ ഇട്ട് കൂളായിട്ട് നിന്നു. പക്ഷെ എനിക്ക് അറിയത്തുള്ളൂ എൻ്റെ തണുപ്പ് എന്തായിരുന്നു. പക്ഷെ ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാനൊന്നും അറിഞ്ഞില്ല. ദാറ്റ്സ് ട്രൂ. എനിക്കിപ്പോഴും എനിക്ക് ഭയങ്കര ജലസാണ്. താഴെ കുറേ പേര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് മേളിൽ നിന്ന് കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടോ? നിങ്ങളിത് കാണുക. ഞാൻ അവരുടെ കൂടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ അച്ഛന്മാർ മറ്റേ പിള്ളേരെ തല്ലി വീട്ടിൽ കയറ്റത്തില്ലേ, അതുപോലെ അഭിജിത്ത് രാജീവ് പണിക്കർ എന്നെ തിരിച്ച് വീട്ടിൽ കയറ്റി ഗൈസ്. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. ഇപ്പം ഇവിടെ 2 മണി കഴിഞ്ഞു. ഇപ്പം ഇവിടുത്തെ സ്നോയിൻ്റെ അവസ്ഥയാണ്. എല്ലായിടത്തും സ്നോ ബെഡ്. UK പൊതുവെ അങ്ങനെ സ്നോ ബെഡും സ്നോയും കാര്യങ്ങളൊക്കെ വളരെ റെയറാണ്, വളരെ കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ എൻ്റെ 2ാമത്തെ വട്ടമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ വട്ടവും നമുക്കിങ്ങനെ ബെഡായിട്ടൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ പോയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാലും കാണാം, വലിയ തിക്കൊന്നും അല്ല, ലൈക്ക് നമുക്ക് കാണാനൊക്കെ പറ്റും. പക്ഷേ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്.
അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കണ്ട സ്നോയും സ്നോ ബെഡും എല്ലാം പോയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ നിൽക്കത്തില്ല. ആൻഡ് ഇറ്റ്സ് വെരി റെയർ ടു സീ സ്നോ. അതാണ് ഞാൻ ഇന്നലെ കാണിച്ച എക്സൈറ്റ്മെൻറ്റിൻ്റെ എല്ലാം പുറകിലുള്ള സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് ഫ്രഷായിട്ട് കാണാം. ജസ്റ്റ് കാറുകളുടെ മുകളിൽ മാത്രം സ്നോ കുറച്ച് നിൽപ്പുണ്ട്, ബാക്കിയെല്ലാം ബാക്ക് ടു നോർമൽ. അതൊരു കണക്കിന് നല്ലതാണ്. നമുക്കിങ്ങനെ സ്നോ ബെഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ ട്രാവൽ ചെയ്യാനും എല്ലാത്തിനും. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെയല്ല. ഹായ് ഗായ്സ്, അപ്പം ഞാൻ മറന്നുപോയി നമ്മളിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാനിങ്ങനെ രാവിലെ ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഞാൻ അബീനെ വിളിച്ച് എണീപ്പിച്ച് ഫ്രഷ് ആവാനായിട്ട് വിട്ടിട്ടുണ്ട്. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു ഇൻ ദ മീൻ ടൈം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ അബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, നേരെ ഡയറക്റ്റ് ബ്രഞ്ച് പോലെ എന്തെങ്കിലും കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത് പറ്റാത്തത് കൊണ്ട് എനിക്ക് എന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞാനടുത്ത് കുറച്ച് പാലും പിന്നെ ഒരു വീറ്റാബിക്സും കൂടെ കഴിക്കാം, അതാക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ ജസ്റ്റ് കാണിക്കാം, കാരണം അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗിലൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഫുൾ ഒരു ചില്ലിങ് ഡേ ആണ്. ഡു നത്തിങ് കൈൻഡ് ഓഫ് വ്ളോഗാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല കാണിക്കാം. നമ്മളിങ്ങനെ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നമ്മളിങ്ങനെ ഫുൾ റിലാക്സ് റീസെറ്റിംഗ് മോഡാണ്. നമുക്ക് ന്യൂ ഇയർ ആയതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും സ്റ്റിൽ ആ ഒരു എന്താ പറയുക, ഒരു ഹോളിഡേ ഫേസിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ജിമ്മിൽ പോകുന്നില്ല, കാരണം നാളെ തിങ്കളാഴ്ച ആണല്ലോ. തിങ്കളാഴ്ച നമ്മൾ ഹിന്ദുസിന് നല്ല ദിവസമാണല്ലോ. ഹിന്ദുസിന് നല്ല, പൊതുവെ എല്ലാവർക്കും തിങ്കളാഴ്ച ആണല്ലോ ലൈക്ക് ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട് നല്ലത്. ഞാൻ അബിനോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന്, പക്ഷെ അവൻ എന്നെ കൺവിൻസ് ചെയ്തു തിങ്കളാഴ്ച പോകാൻ. ഒന്നുമല്ല, വെറും മടി, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ക്യാമറയും തന്ന് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, കുറച്ച് പാലൊഴിക്കാം. പ്രോട്ടീൻ പൗഡർ ഒന്നും ഇടുന്നില്ല, കാരണം ഞാനിപ്പോൾ ഉടനെ തന്നെ ഞാൻ നമ്മുടെ ദമ്മ് കഴിക്കും. ഇതുകൊണ്ടാണ് അബി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത്, മനസ്സിലായി. ഞാൻ പിന്നെ കുറച്ച് ആപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഐ വിൽ ട്രൈ ടു ഈറ്റ് ആൻ ആപ്പിൾ എ ഡേ. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് കഴിക്കാമല്ലോ. ഇതാണ് വീറ്റാബിക്സ്. ഇതിങ്ങനെ ഒരു ബാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വീറ്റാണ്, അപ്പോൾ അത് ഞാൻ ഇട്ടു. അതിന് ഇതിൽ മെൽറ്റായിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് കണ്ടോ ഡിസോൾവ് ആവുന്നത്. ഞാൻ നെക്സ്റ്റ് ഇതിനെ മൈക്രോവേവ് ചെയ്യാൻ പോവാണ് ഒരു 30 സെക്കൻഡ്സ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ പച്ച പാല് കുടിക്കേണ്ട. കോൾഡ് സിറിയൽസ് ഇഷ്ടമുള്ളവരും ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക ഹീറ്റ് ചെയ്തിട്ടാണ്. ഇതുണ്ടോ കുട്ടന്മാരെയും കൂടി ഇതിനകത്തിടും. ഇങ്ങനെ ആപ്പിൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടം. നമ്മുടെ മോർണിംഗ് കുട്ടി തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി. ഒരു കോസി സെറ്റപ്പ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ കിടന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങാം. ഈ റൈറ്റ് തിങ് ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ഏറ്റവും കഷ്ടപ്പാട് പിടിച്ചൊരു കാര്യം. ഇതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഡോക്യുമെൻ്ററിയാണ്, ദ മൈൻഡ് എക്സ്പ്ലെയിൻഡ്. സോ ഐ എം ഗോണ കണ്ടിന്യൂ വാച്ച് ദാറ്റ്. കാരണം അബി ഉള്ളപ്പോൾ ഇതെനിക്ക് കാണാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണാം. പ്രത്യേകിച്ച് ഹാപ്പനിങ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ ഓർത്ത് ഈ ഒരു ബിറ്റ് എടുത്ത് വെച്ചേക്കാം. നമ്മളിത് ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. എനിക്കിങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നല്ലോ കുറേ ദിവസമായിട്ട്. അപ്പം എനിക്ക് ബിരിയാണി ഇങ്ങനെ ക്രേവ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അബിനോട് പറയാം, നല്ല എന്തെങ്കിലും ഫുഡ് നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് അബിച്ചൻ ബിരിയാണി ഉണ്ടാക്കി തന്നു. ഇതേ ചിക്കനൊക്കെ എന്ത് ചെയ്യണം. ഓക്കെ, വീഴുന്നുണ്ട്, അത്രയ്ക്ക് കാണാൻ പറ്റൂല.
നിങ്ങൾക്ക് അവിടോട്ട് നോക്കിയാൽ ചെറിയൊരു ഐഡിയ കിട്ടും. യശാ ഒക്കെ കഴിച്ചു. പിന്നെതാ അഭിജിത്ത് രാജിയെ ചെറിയ സാൻഡ്വിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവൻ ഓൾറെഡി ബ്രഞ്ച് പോലെ ബിരിയാണി കഴിച്ചുമല്ലോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ടൊമാറ്റോ റൈസും മിച്ചമുണ്ടും എല്ലാം ഇരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഡെസേർട്ട് എടുത്തിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവനെ ഉണ്ടാക്കി കൊടുത്തതാണ് പായസം. നമ്മുടെ നല്ല സേമിയ പായസം. അത് നല്ല ഫ്രീസറിലൊക്കെ വെച്ച്, ഫ്രീസറല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ പൊതുവേ പായസത്തിൻ്റെ ഫാനല്ല, പക്ഷെ തണുപ്പിച്ച് കഴിച്ചാൽ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തു ഇത് കഴിച്ചുകൊണ്ട് നമ്മൾ കാന്താര മൂവി വെച്ചു, അത് കാണാം. കണ്ട കാന്താര മൂവി നമ്മൾ ഇത്രയും വരെ 22 minutes. ഇനി അത് കാണുക. അപ്പോഴത്തേക്കും രാത്രിയാവും.